എവിടെയുള്ളത്? അവൻ അവിടെ തന്നെ കാണും കേട്ടോ. നമുക്ക് രണ്ടും പൊട്ടിക്കണം. അവന്റെ ഇടിച്ചൊക്കെ പണ്ടങ്ങളൊക്കെ ഞാൻ നമ്മൾ അടിക്കുന്ന അടിയിൽ ഇനി ഒരു പൊന്നിന് നോക്കാൻ പാടില്ല. അവനെ തീർച്ചയായും. ആ അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. എന്ത് എടാ നീ വെച്ചോ, ഞാൻ വിളിക്കാം. എന്റെ ഏട്ടന് ഏട്ടാ പിന്നെയാണ് ഞാൻ പറഞ്ഞ ശുശു വിളിക്കുന്ന തെണ്ടി. അടിച്ചവന്റെ മുഖം ഞെളിക്കൂടെ ഏട്ടാ. മോനെ നീ പെമ്പിള്ളാരെ പുറകെ ശൂശി വിളിച്ച് ശല്യം ചെയ്യോ? ഏട്ടാ സത്യമായിട്ട് ഇതുപോലെ സിംഹത്തെ പോലെ ഒരു മുഖമുള്ള ഒരു ഏട്ടനുള്ള കാര്യം എനിക്ക് ഇതിനു മുമ്പ് അറിയില്ലായിരുന്നു ഏട്ടാ. അറിയായിരുന്നെങ്കിൽ അവന് അവളുടെ പുറകെ നടക്കില്ലായിരുന്നു. അപ്പൊ ഏട്ടന്മാരില്ലാത്ത പെമ്പിള്ളാരെ പുറകെ നടന്ന് ഇനി നീ ശൂശി വിളിച്ച് ശല്യം ചെയ്യോ? മാപ്പാക്കണം. സംസാരത്തിനൊക്കെ അവന് പല്ല് തെറിപ്പിക്കേട്ടാ. മോളെ മഞ്ജു മോളെ കൂൾ, നീ ഒന്ന് അടങ്ങി. ഇവന്റെ ശൂശു വിളിക്കുള്ള മരുന്നൊക്കെ ഏട്ടൻ കൊടുത്തോളാം. അതിനു മുമ്പ് ഞാൻ ഇവനൊന്ന് ഇന്റർവ്യൂ ചെയ്യട്ടെ. ഏട്ടാ എന്നൊന്നും ചെയ്യില്ല ഏട്ടാ, സത്യമായിട്ട് ഞാനൊരു നീ പാവയാണോ കോഴിയാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളടാ. നീ ഏത് മാഫിന്ന് കേറി വന്നാണ് പെരിച്ചാ. മനസ്സിലായില്ലേട്ടാ. എടാ നീ ആര് വെച്ച വാഴയാണെന്ന്? വാഴയോ? അതിപ്പോ ഇറങ്ങിയ ഒരു സിനിമയല്ലേട്ടാ. ഓഹോ എടി മഞ്ജുമോളെ, ഇവൻ വെറും പൊട്ടനാണല്ലടി, മരപ്പൊട്ടൻ. അതേട്ടാ, ഇട്ടും പുട്ടും തിരിയാത്ത എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി പെണ്ണുങ്ങൾ പോകുന്ന വഴി കൂടെ ഞാൻ പോവുകയില്ല. ഈ പിടിവിട്ട എനിക്കിപ്പോ പോവായിരുന്നു. ഇനി മേലെ ഞാൻ ആവർത്തിക്കില്ല. എന്നോട് മാപ്പാക്കണം. താൻ അങ്ങനെ ഇവിടുന്ന് ഇപ്പൊ പോണ്ട. ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടേ തനിക്ക് ഞാൻ ഗിഫ്റ്റ് തരുന്നുണ്ട്. അത് മേടിച്ചിട്ട് നീ ഇവിടുന്ന് പോയാ മതി. മനസ്സിലാണോ? എവിടെയാണ് മാറി നീ? ഞാന് ചിറക്കലുള്ളതാ. ആരണവനവൻ ചിറക്കൽ ദാസൻ. ചിറക്കൽ ഏത് ദാസൻ? ചെമ്പൂക്കാരൻ ദാസൻ. ചെമ്പുക്കാരൻ ദാസന്റെ മോനെ. ചെമ്പുക്കാരൻ ദാസന്റെ മോനാണ് താൻ? എന്താണ് നേരത്തെ പറയണ്ട മോനെ? നമ്മുടെ ഇന്റർവ്യൂ ചേട്ടന് ഇപ്പല്ലേ തുടങ്ങി. ഒന്ന് ചോദിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. ആളറിയാതെ അത് കുഴപ്പമില്ല. സംസാരത്തിനൊക്കെ അവന് ചള്ള പൊട്ടിക്കേട്ടാ. ഈ ചെക്കൻ ആരാണോ നിനക്ക് അറിയോ? നീ കേട്ടിട്ടില്ലേ? ചെമ്പുക്കാരൻ തിയേറ്റർ, ചെമ്പുക്കാരൻ ജ്വല്ലറി, പിന്നെ കുറെ സൂപ്പർ മാർക്കറ്റ്, ബസ്സുകള്, ഇതൊക്കെ ഈ ചെക്കന്റെ അപ്പന്റെയാണ്. നിനക്കറിയോ? ഈ ചെക്കൻ്റെ ഒരു പൂത്ത കോടീശ്വരനാണ് മോളെ. ഇവനെ കെട്ടിയ പിന്നെ നീ ആരാ? കോടീശ്വരന്റെ ഭാര്യയല്ലേ നീ? ഞാനാരാ? ഒരു കോടീശ്വരന്റെ അളിയന്. മനസ്സിലാവണം നിനക്ക് ഞാൻ പറയുന്നത്? അതുകൊണ്ട് ഈ ശൂശുവിളി നമുക്കൊരു വിഷയമാക്കണം. പിന്നെ എന്ത് ചെയ്യണം കേട്ടാ? വിഷയമാക്കണ്ടേ? നമ്മളവര് തല്ലനല്ലേ വന്നത്. ഇപ്പോഴത്തെ ഈ ശൂശുവിളി ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാല്, നമ്മളൊരു സംയമനം പാലിച്ചു കഴിഞ്ഞാല് നാളെ നമുക്ക് വലിയ ഗുണം ഉണ്ടാവും. അവനെ കെട്ടിയ നീ ഒരു കോടീശ്വരി, ഞാനൊരു കോടീശ്വരന്റെ അളിയൻ. ആ മാധവേട്ടന്റെ പൊറോട്ടക്കടയിൽ കിടന്ന് പൊറോട്ട അടിച്ചടിച്ച് എന്റെ ജീവിതം കരിപുറണ്ട ജീവിതമായി മോളെ. എനിക്കും വേണ്ടി ഒന്നൊരു മോചനം. നമ്മളിപ്പോ ഇതൊന്ന് ക്ഷമിച്ചാ നാളെ നമുക്ക് വലിയ കോടീശ്വരൻ വരാം. നീ ഒന്ന് ക്ഷമിക്കേ അല്ലേ? നീ അവനെ പ്രേമിച്ച് കുപ്പിയിലാക്കണം. മനസ്സിലായോ? എന്നെ കൊണ്ടത് പറ്റും. ഓക്കെ അല്ലേ? മോനെ, ഞാൻ മഞ്ജുമോളോട് എല്ലാം സംസാരിച്ച് ക്ലിയർ ആക്കിയില്ല. അവർക്കിപ്പോ നിന്നോട് ഒരു ദേഷ്യമില്ല അല്ലേ മഞ്ജുമോളെ? ഇനി ധൈര്യമായിട്ട് ചോദിച്ചു വിളിച്ചോ, ആരും ഒന്നും ചോദിക്കില്ല. എനിക്കിപ്പോഴാണ് ഏട്ടാ സമാധാനമായത്.